എന്തിനാണ് ഒരു കാര്യം പറയാൻ വേണ്ടി ഇതിന് മാത്രം നിന്ന് അവിടെ നിന്ന് ആലോചിക്കുന്നത്? കാര്യം പറയടാ. അതിന് ആരാലോചിച്ച്? പിന്നെ മൈക്ക് ചെക്ക് ചെയ്താ കഥ പറഞ്ഞോണ്ടിരുന്നത്. അതുപോലെ തന്നെ ജയിലുള്ള കുറ്റവാളികൾക്കും കുറ്റവാളികൾക്കും എല്ലാം ജയിലോളം 2025 ഹാർദമായ സാധനം കൈയടിച്ചാൻ കഴിക്കും. പിന്നെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ക്യൂസ് മത്സരത്തിന് പേര് തന്നിട്ട് ചുണ്ടത്ത് ലിഫ്റ്റിക്കും തേച്ച് നടക്കുന്ന ബാബുവിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ബാബു ഇത് നീ ഉദ്ദേശിച്ച മത്സരമല്ല. അതുപോലെ തന്നെ നിധി കണ്ടുപിടിക്കൽ മത്സരത്തിന്റെ പേര് തന്നിട്ട് സീൽ ബ്ലോക്കിൽ പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് കയറിയിരിക്കുന്ന ഷിബുവേ, നിന്നെ എല്ലാരും നോട്ടിടുന്നുണ്ട്. നീയായിട്ട് ഇറങ്ങി വന്നാൽ കൊള്ളാം, ഇല്ലേ തിരുവോണോ ചതയോ എല്ലാം നിനക്ക് ഒരേ ദിവസമായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം കൃത്യം 5 മണിക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജയിൽ സൂപ്രണ്ട് വിടവാങ്ങുകയാണ്. ആരാടാ ടൈം വെച്ച് മരിക്കാൻ പോകുന്നവൻ? എടാ, നമ്മുടെ സൂപ്രണ്ട് ഇന്ന് റിട്ടയർമെന്റ് ആയി പോവല്ലേ, അതിന്റെ കാര്യം പറഞ്ഞതാ. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഓക്കെ. അയ്യോ, സൂപ്രണ്ട് വരുന്നുണ്ട്. സാറേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താടാ? സാറ് വരാൻ വേണ്ടി നോക്കിക്കുവായിരുന്നു. സാറേ, ഈ ഓണം എന്ന് പറയുന്നത് നമ്മുടെ കേരളക്കരക്കാരുടെ സ്വന്തം അല്ലയോ? കേരളക്കരക്കാരുടെ അഭിമാനമാണ്. പിന്നെ എന്തിനാണ് ഈ ഓണത്തെ ഈജിപ്തുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്? അതിനാരാടാ ഓണത്തിനെ ഈജിപ്തുമായിട്ട് ബന്ധിപ്പിച്ചേ? നോക്കൂ, ഈജിപ്തിലെ പിരമിഡ്. എടാ ഇതോ, എടാ കൈതച്ചക്കയുടെ മുഖം ഉള്ളവനെ, എടാ അത് ഓണത്തപ്പനാടാ. എന്റെ ഭഗവാനേ, അയ്യോ ഇതാണ് ഓണത്തപ്പൻ. പിന്നെ നീ എവിടെ പോയി? ഓ അങ്ങനെ. സാറേ, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ജയിലിന് ഒരു അപ്ഡേഷൻ ഇല്ല. അപ്ഡേഷൻ ഇല്ലേ? പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം. ഒന്നുമില്ലേലും ഒരു 4 പേര് വന്ന് കേറേണ്ട ഒരു സ്ഥാപനമല്ലേ ഇത്, അല്ലേ? സാറൊന്ന് ആലോചിച്ചേ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പരിഷ്കാരം കൊണ്ടൊന്നുമില്ലെങ്കിൽ ഞാൻ ഇനി മേലെ ഇങ്ങോട്ട് വരികയല്ല. ഉള്ള കാര്യം പറയാം. അപ്പൊ പരിഷ്കാരം കൊണ്ടുവന്നാലോ? ഞാൻ വരുന്ന കൂടെ ഒരു 15 പേരെ ഞാൻ ഇവിടെ ചേർക്കും. നീ വരുന്നതിന്റെ പുറയിൽ ഓരോരുത്തരെ ചേർക്കാനേ ഇവിടെ മണി ചെയിന്റെ ബിസിനസ് അല്ല നടക്കുന്നത്, മനസ്സിലായില്ലേ? സ്പോർട്സ് ഇന്ന് തുടങ്ങുമെന്ന് ഞാൻ രാവിലെ പറഞ്ഞു. അപ്പൊ നേരത്തെ 8 മണിയാകുമ്പോ എത്തണമെന്ന് പറഞ്ഞല്ലേ? ഇത്ര ലേറ്റ് ആവാൻ കാരണം എന്താ? നമ്മുടെ ഡി ബ്ലോക്കിലെ ബാബുക്കുട്ടന് നല്ല ഇടി കൊടുക്കാൻ പോയവരാ. ബാബുക്കുട്ടൻ ഏത് മാവേലിയായിട്ട് കുറച്ചു മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തേരപ്പാര നടന്നതോ? അതേന്ന്. അവരെ എന്തിനാ പിടിച്ചിരിച്ചത്? എന്തിനാന്നോ? എടാ, ഒരു ചിട്ടിക്കമ്പനി നടത്തിയ ഒരു നാട്ടുകാരെ മൊത്തം പറ്റിച്ചതിന് ഇവിടെ അകത്തുനിന്ന് കിടക്കുന്നവനാ. ഞാൻ രാവിലെ നോക്കുമ്പോണ്ടല്ലോ, ഇപ്പൊ മാവേലിയുടെ വേഷം ഇട്ട് ഓലക്കുടയും ചൂടി കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവചനമൊന്നും പൊളിക്കണ്ട അവനെ. അവന്റെ മോന്ത പിടിച്ച് തേക്കാത്ത ഭിത്തിയിൽ ഒരച്ച് പഴയ പാണ്ടിലോരുടെ ഫ്രണ്ട് കണക്കാക്കിയാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നീ എന്നൊന്ന് കാണണം. ഇങ്ങനെ ഇരിപ്പുണ്ട് അവിടെ. ദൈവമേ, ഞാൻ എന്നാ ബാക്കി അനൗൺസ് ചെയ്തോട്ടെ വല്ലോ. അടുത്ത പരിപാടി തുടങ്ങാം. കുറ്റവാളികളുടെ ശ്രദ്ധയ്ക്ക്. ഇയാൾ പിന്നെന്തോടാ മത്സരത്താന്നോടാ? എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്. അപ്പൊ കറക്റ്റായി. കൃത്രിമം പത്രം. എങ്ങനെ? അയ്യോ, കൃത്രിമം 10 മണിക്ക്. എന്താ പൊന്നടാ? എങ്ങനെ? ഒന്നുകൂടെ പറ. കൃത്രിമം 10 മണിക്ക്. അപ്പൊ നിനക്ക് ഈ ടീമിൽ ഉറച്ചു നിൽക്കണമെന്ന് ഒരു താല്പര്യമില്ല. കൃത്യം 10 മണിക്ക് തന്നെ സ്പോർട്സ് ആരംഭിക്കുന്നത്. ഇപ്പൊ നെഞ്ചിലെ കല്ലിറങ്ങിയത്. ഭയങ്കര താല്പര്യമുണ്ട്. അപ്പം സ്പോർട്സിലെ ആദ്യത്തെ ഐറ്റം ഇന്നലെ നമ്മൾ നിർത്തി വെച്ച് കഴിഞ്ഞാൽ കണ്ണ് കെട്ടി കലവടി മത്സരമാണ്. അത് തുടങ്ങാൻ പോവാ. കണ്ണിട്ട് കലവടി പറ്റത്തില്ല, വേണ്ട. അയ്യോ, തന്നെ സാറേ, ഇവിടെ ഇനി കണ്ണ് കെട്ടി കലവടി എന്ന് പറഞ്ഞൊരു പരിപാടിയെ വേണ്ട. അതെന്നാ സാറേ, ഇന്നലെ നിർത്തി വെച്ചല്ലേ? നിർത്തിവെച്ചു. അതിന് വീണ്ടും തുടങ്ങുന്നില്ല. കണ്ണുകെട്ടി കലവടി ഇവിടെ നടത്തണ്ട. കാരണം പറ സാറേ. നിന്റെ അടുത്ത് പച്ച മലയാളത്തിൽ എന്നോടാ പറഞ്ഞത് ഈ കണ്ണുകെട്ടി കലവടി എന്ന് പറഞ്ഞ പുല്ലിക്ക് ഇവിടെ വേണ്ട. ഈ സാറ് ഭയങ്കര ഐസ്ക്രീം കൊതിയനാ കേട്ടോ. എങ്ങനെ? തലയിൽ ഐസ്റ്റിക്ക് ഇരിക്കുന്നു. ഓഹോ, എടാ ഇത് ഐസ്റ്റിക്കൊന്നുമല്ല. ഇന്നലെ കണ്ണുകെട്ടി കലമടിക്കാൻ വന്നവൻ എന്റെ തലമണ്ട അടിച്ചു വെച്ചിട്ടാവും പോയി. നിങ്ങൾ എന്തിനാ ഇതിന്റെ ഇടയ്ക്ക് പോയി കയറിയത്? എടോ, ഞാൻ അതിന്റെ ഇടയ്ക്ക് പോയി കേറിയില്ലടാവേ. പിന്നെ ഇവിടെ ആ പരിപാടി നടക്കുമ്പോ ഞാൻ എന്റെ ഓഫീസിലിരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുക. ഇവൻ കണ്ണും കെട്ടിക്കൊണ്ട് അവിടെ വന്ന് എന്റെ തല അടിച്ചു പൊട്ടിച്ചേക്കും. അയ്യോ, അപ്പൊ കലമല്ലായിരുന്നു അവന്റെ ലക്ഷ്യം. പിന്നെ സാറിന്റെ തലയായിരുന്നു. എനിക്കതിപ്പോ നല്ല സംശയം ഉണ്ടെന്നേ. ഞാനൊരു കാര്യം പറഞ്ഞു. നീയും നാളെ ഇവിടുന്ന് റിലീസ് ആവുക. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. നീ മാന്യമായിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാൻ നിൽക്കണം. സാറിന്റെ ഭാര്യ മക്കളെയൊക്കെ നല്ലപോലെ നോക്കണം. ചിലപ്പോ അതായിരിക്കും എന്റെ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞ് ഞാൻ ഇനി എന്റെ ഭാര്യയോടൊപ്പം ഇനി ഞാനും നാളെ മുതൽ ജീവിക്കാൻ പോകുന്നത്. കാരണം ഭാര്യ എന്ന് പറയുന്നത് എന്റെ ഏറ്റവും വലിയ ലഹരിയാണ്. സാർ, അതുപോലെ തന്നെ എനിക്കും എന്റെ ഭാര്യയാണ് എന്റെ ലഹരി. അതുകൊണ്ടാ ഭാര്യയും ഭർത്താവും കൂടെ കള്ളച്ചാരാൻ പറ്റിയാലിപ്പോ രണ്ടും കൂടെ അകത്ത് കിടക്കുന്നത്. പോടാ അവിടെ നിന്ന് അവൻ. സുന്ദരതര ഹരിഗീതം
ഗീതം വധുവൊരുങ്ങി പ്രിയനൊരുങ്ങി മധുരരാഗം. എടാ സോമദാസ് ഇഞ്ഞ് ഇതല്ലേ നിന്റെ ഭാര്യ? അതെ. ഇതെന്തോ ഇങ്ങനെ നടക്കുന്നേ? ഇന്നലത്തെ പത്രത്തിൽ വായിച്ചില്ലയോ? ആ, നല്ല നടപ്പ് നടക്കുന്നവരെ ജയിലിൽ നിന്ന് വെറുതെ പ്രാക്ടീസായി കാണിക്കുന്നത്. ഇത് കണ്ടിട്ട് അത്ര നല്ല നടപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഭാര്യ അത് ദേവുമാ എന്താ കാണിച്ചത്? എന്റെ ചേട്ടല്ലേ പറഞ്ഞ ദേവ് ഒരു ഉമ്മ എന്ന് ഞാൻ വല്ല വിളിച്ചു പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. നിന്നെ ഓമനിച്ച് വിളിച്ചാ ദേവുമ്മന്ന്. ഇവിടെ കിടന്ന് തോന്നിയ ദിവസം കാണിക്കരുത്. ഇത് നിങ്ങളുടെ വീടൊന്നുമല്ല, ജയില. ആ ഓർമ്മ രണ്ടുപേർക്കും വേണം. എന്റെ സാറേ, സാറിന് അറിയാലോ ഞങ്ങൾ ഇവിടെ എങ്ങനെയാ വന്നെന്ന്? അറിയാം. എങ്ങനെ അറിയാം സാറിന്? ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ല. പിന്നെ സാറ് പറയാ അറിയാം. ഈ വരുന്ന കുറ്റപത്രമല്ല എന്റെ മുമ്പിൽ കൂടെ അല്ലേ പോകുന്നത്? സാറേ, ഞങ്ങള് കൊറോണ കാലത്തുണ്ടല്ലോ, ചേട്ടൻ വീട്ടില് ഒരു ഭക്ഷണം കഴിക്കാൻ എല്ലാ സമയത്ത് കുറെ ഫ്രൂട്ട്സ് മേടിച്ചിട്ട് വന്നു. എന്റെ നേരം പോക്കിന് ഞാൻ അതെല്ലാം കൂടെ അരിഞ്ഞൊരു കാലത്തിലിട്ട് പൂച്ച പറിക്കുമല്ലോ എന്ന് പറഞ്ഞ് ആ വായ ഒന്ന് മൂടി കെട്ടി. ഈ കൊറോണ സമയത്ത് ഇതെല്ലാം ഞങ്ങൾ വിട്ടുപോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഭയങ്കര മണമല്ലേ ചേട്ടാ വീട്ടില്? ഭയങ്കര മണം. അയ്യോ, അപ്പൊ പറയാ നമുക്ക് ഇതെടുത്ത് കുടിക്കാൻ. ഞാൻ പറയാ അങ്ങനെ കുടിക്കാൻ പാടില്ല, ഇത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കണം. ഈ തിളപ്പിക്കുന്ന സമയത്ത് ചേട്ടൻ എവിടുന്നോ പോയി ഒരു ട്യൂബും മേടിച്ച് ഒരു കുപ്പി മേടിച്ച് എൻ്റെ ചവിട്ടി കൊണ്ട് വെച്ച് അതിനകത്തുനിന്ന് വെള്ളത്തുള്ളി ഇട്ടിട്ട് വന്ന ആ പ്യുവർ വൈറ്റ് വെള്ളം ചേട്ടനും കുടിച്ച് നാട്ടുകാർക്കും കൊടുത്തു. ഇതാ ഞാൻ ചെയ്തത്. ഇതിനെ നാട്ടുകാർ പറയുന്നത് സമൂഹ സത്യം എന്നല്ല, കള്ളവാറ്റെന്നാണ് പറയുന്നത്. എന്റെ സാറേ, ഞങ്ങൾ ഫ്രൂട്ട്സ് എത്തിയിട്ടാണല്ലോ ഇവിടെ കൊണ്ട് വെച്ചത്. ഞങ്ങൾ നിയമപരമായിട്ട് കല്യാണം കഴിച്ച ആളാണോ? ആണല്ലോ. ഞാൻ ഭാര്യയും ഭർത്താവുമാണോ? അങ്ങനെ സാറിന് മര്യാദ ഉള്ള ഒരാളാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെ ഒരു സെല്ലി കിടത്തിയാൽ എന്താ? എങ്ങനെ ഇരിക്കുന്ന നിങ്ങളെ രണ്ടുപേരെയും കൂടെ ഒരു സെല്ലി കിടത്തിയിട്ട് വേണം ഒരു 7 മാസം കഴിയുമ്പോൾ ഇതേ ഫ്രൂട്ട്സും വാങ്ങിച്ചോണ്ട് ഞാൻ നിന്റെ വയറ്റ് പൊങ്കാലയ്ക്ക് വരാൻ. അതുണ്ടാവും എനിക്കറിയാം. അതുകൊണ്ടാണ് രണ്ട് സെല്ലി ഞാൻ കിടത്തി. വൃത്തിയോട് പറയരുത്, വൃത്തിയോട് പറയരുത്. എന്താടാ അതും പിള്ളേരുടെ കേസ് കെട്ടി? എന്റെ പൊന്നു സാറേ, ദൈവം അനുഗ്രഹിക്കുന്നു, ഞങ്ങൾ രണ്ടുപേരും കൈനീട്ടി വാങ്ങിക്കുന്നു, അത്രയും ഉള്ളൂ. ഇപ്പൊ ദൈവം എത്ര പ്രാവശ്യം നിന്നെ അനുഗ്രഹിച്ചു? 8 പിള്ളേരോടാ. എന്റെ സാറേ, ഈ ജയിലിലെ ഭക്ഷണം വളരെ മോശമാ. ഞാൻ പറയുന്നത് വളരെ മോശമാ. ഈ ഒരു വർത്തമാനം പറയരുത്. ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നത് ജയിലില. നീ നോക്ക, ആഴ്ചയിൽ 7 ദിവസത്തിൽ ആദ്യത്തെ ദിവസം മട്ടൻ, രണ്ടാമത്തെ ദിവസം ചിക്കൻ, മൂന്നാമത്തെ ദിവസം ബീഫ്. ഇതിന്റെ ഇടക്ക് കുറച്ച് കഞ്ഞിയും പയറും കൂടെ കൊടുത്താൽ എന്താ? അത് പറ്റിയല്ല. കഞ്ഞിയും പയറും അംഗൻവാടിയിലെ പിള്ളേർക്ക് കൊടുക്കണം. അംഗനവാടിയിലെ പിള്ളേർക്ക് എന്തിന്? ഈ കൊച്ചു കുട്ടികളുടെ ബുദ്ധി വളരാൻ കണ്ടമാനം പ്രോട്ടീൻ അവരെ ശരീരത്തിൽ ചെല്ലുന്നു. അപ്പൊ ഈ കഞ്ഞിയിലും പയറിലും അത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് കൊച്ചു കുട്ടികൾ കൊടുക്കുന്നത്. ബുദ്ധി വളരട്ടെ. എന്റെ സാർ, അങ്ങനെയാണ് ഞങ്ങൾ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് ഇച്ചിരി കഞ്ഞിയും പയറും കൊടുത്തില്ലേ? ഞങ്ങളുടെ ബുദ്ധി വളരട്ടെ. എന്നിട്ട് വേണം ഇതിന് പകരം ഇതും വെട്ടിക്കളഞ്ഞ് ഈ ജയിലും കത്തിച്ചിട്ട് നിനക്കൊക്കെ ഇറങ്ങി അങ്ങ് പോവാൻ. നമുക്ക് ഓണാഘോഷത്തിലേക്ക് നടക്കാം. ഓണത്തിന് എന്താ പരിപാടി? എന്താ കലാപരിപാടികൾക്ക് ആരൊക്കെ പേര്? ഒരാൾ പറയട്ടെ, നീ ഏതായിട്ട് തന്നെ പേര് കൊടുത്തേക്കുന്നത്? ചലച്ചിത്ര ഗാനങ്ങൾ. അത് തന്നെ. മറ്റേ മോഹൻലാലിന്റെ പടത്തില് പഴനിമല മുരുകന് പള്ളിവേല ഇവിടെ തകർക്കുന്നു. എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയുവാണ് കേട്ടോ, അവള് കിടിലായിട്ട് പാടും. അത് നീ പറഞ്ഞു വന്നപ്പോഴേ മനസ്സിലായി. ശരി, അപ്പൊ പാടാം സാറേ. ശരി, പാടിക്കോ. 1 2 3 4 5 6 8. അതിന്റെ ഇടയ്ക്ക് പാട്ട് കൂടെ പാട്. സാറ് തെറ്റിച്ചാൽ ഇത് ഡാൻസിന്റെ സ്റ്റെപ്പാണ്. 1 2 3 8 വരെ പാട്ട് പാടുന്നതിന് 1 2 3 മതി. ഞാൻ ചെയ്തോളാം. പഠിക്കും. റെഡി? ഓക്കെ. അതെന്തോ സാറേ, ഒന്ന് പിച്ചു പിടിച്ചാണ് എന്റെ പൊന്നെ. തുടങ്ങട്ടെ. പഴനിമല മുരുകന് പള്ളിവേലായുധ പാറിപ്പറക്കുന്ന പൊന്മയിൽ വാഹന മാർഗഴി തിങ്കളോ നേന്ത്രപ്പഴമോ വരികേല ഇനിമേലാ വരികേല. വരരുത്. ആ മലയുടെ മണ്ടേ കയറ്റി നിർത്തി താഴെ തെല്ലിട്ട് കൊല്ലും ഞാൻ. താൻ കണക്ക. അടുത്ത പാട്ടാണോ? അല്ല, താൻ കണക്കാന്ന്. എന്തുവാടാ ഇത് ഈ കിടന്ന് കാണിക്കുന്ന? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറ്റൻഡ്. ഞാൻ അപ്പോഴത്തേക്ക് സി ബ്ലോക്ക് വരുന്നു, പോയിട്ട് വരാം. ഇവിടെ കാണണം രണ്ടും. ഞാനെല്ലാം കണ്ടോളാം. സാറൊന്ന് കേറി വന്നാ മതി. സാറേ, ഇവിടെ എല്ലാം ഞാൻ നോക്കും, എല്ലാം നോക്കിക്കോളാം. എന്തായി നമ്മുടെ നമ്മളെ ഉദ്ദേശിച്ച പ്ലാൻ ബി? അതെന്തായി? പ്ലാൻ ബി എന്തായി? പറയാം.
ഞാൻ നാളെ ഇവിടുന്ന് റിലീസാകും. ആ നീ തന്ന താക്കോല് കൊണ്ട് ഞാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉണ്ടാക്കും. തിരിച്ച് നിന്നെ കാണാനായിട്ട് ജയിലിൽ വരും. ആ ജനലിലൂടെ താക്കോല് നിനക്ക് തരും. ആ താക്കോല് കൊണ്ട് രാത്രി നീ താഴെ ഉടനെ ജയിലിൽ ആടുമ്പോ ഞാൻ നിന്നെ ഓട്ടോറിക്ഷ കൊണ്ടുപോയി. ആണോ? ഉറപ്പാണോ? ഉറപ്പായിട്ടും. അപ്പൊ ഞാൻ സാറിന്റെ താക്കോലെടുത്ത് സോപ്പിനകത്ത് വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കാൻ വേണ്ടി ഒരു മോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി തന്നില്ലേ? ആ. പോകുമ്പോ ആ സോപ്പ് എടുക്കാൻ മറക്കരുത്. അത് ഞാൻ എടുത്തോളാം. എന്നാ എന്നാത്തെ വെച്ച് തന്നെ മറ്റേ സോപ്പിനകത്ത് ഞാൻ പറിച്ച് തന്നില്ലേ താക്കോലിങ്ങനെ? ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എന്നെ തള്ളക്കി വിളിക്കൂ? ഇല്ല, പറ. ആ സോപ്പിട്ട് ഞാൻ കുളിച്ച് ഈശ്വരാ. ബാക്കി വന്നോണ്ട് തുണി അലക്കി. അയ്യോ ദൈവമേ, എന്നെ തൊലക്കാനി വിളിട്ട് കൊല്ലാൻ വേണ്ടി നിന്നെ ഞാൻ കൊല്ലു. ഒരു കാര്യം ദൈവമേ, എന്നെ കെട്ടിയെടുക്കൂ ഈശ്വരോ, എന്നെ കെട്ടിയെടുക്കും. ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള വിഷയം ഇവിടെ നടക്കുമ്പോ അവള് കടന്ന് ഉറങ്ങുന്നു. ആര് കിടന്നു തുടങ്ങി? ഞാൻ കണ്ടു. ആര് കണ്ടു? ഞാൻ കണ്ടു. ആര് കണ്ടടാ? ഞാൻ കണ്ടു. എപ്പ കണ്ടു? ഞാൻ കണ്ടു. ആര് കണ്ടു? ഞാൻ കണ്ടു. ഈ പോടാ. ഞാൻ കണ്ടു. ഉറങ്ങുന്നത് ഞാൻ കണ്ടു. ഉറങ്ങുന്നത് ഞാൻ കണ്ടു. ഉറങ്ങുന്നത് ഞാൻ കണ്ടു. എപ്പ കണ്ടു? കണ്ടു. ഉറങ്ങുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ടു. ഞാൻ കണ്ടു. ഉറങ്ങുന്നത് ഞാൻ കണ്ടു. ഉറങ്ങുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ടു. കണ്ടു. ഞാൻ കണ്ടു. ഉറങ്ങുന്നത് ഞാൻ കണ്ടു. ഉറങ്ങുന്നത് ഞാൻ കണ്ടു. ഉറങ്ങുന്നത് ഞാൻ കണ്ടു. എപ്പ കണ്ടു? ഞാൻ കണ്ടു. 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 നിങ്ങളുടെ ബിഗ് ജോസ് കളി കഴിഞ്ഞെങ്കിൽ ഞാൻ അതിന് ഇടപെടട്ടെ. എന്തുവാടാ ഓണമായിട്ട് രണ്ടു കൂടെ കിടന്ന് കാണിക്കുന്നത്? ഒന്നാം തരം ഓണപരിപാടിയിൽ ഇവിടെ നടക്കുന്നത്. എന്റെ പൊന്നു സാറേ, ഇവള് സോപ്പിൽ ഇങ്ങനെ താക്കോലെടുത്ത് വെച്ച് വന്നിട്ട് ഇവള് അതല്ല സാറേ, ഇയാള് സോപ്പിട്ട് കുളിച്ചതാ കാര്യം. അതിനാണോ ഇത്രയും വഴക്കുണ്ടാക്കുന്നത്? സാറേ, സാർ ഇവിടെ വന്ന് ജയിലില് കാഷ്വാലിറ്റി കാണിക്കരുത്. ഇല്ല, ഞാൻ ഡോക്ടറെ വീട്ടിൽ കൊണ്ട് കാണിച്ചോ. എന്തുവാ? അല്ല, നീ കാഷ്വാലിറ്റി കാണിക്കില്ലെന്ന് പറഞ്ഞു. അയ്യോ, അതല്ലെന്ന് പറഞ്ഞത്. സാറ് പക്ഷാഭേദം കാണിക്കരുതെന്ന്. പക്ഷാഭേദത്തിനാണോ ഈ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞത്? പക്ഷാഭേദത്തിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കാഷ്വാലിറ്റി എന്നല്ല അല്ലേ? അതിന് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്തുവാ? പറഞ്ഞു കൊടുക്കും സാർ, നമുക്ക് അറിയത്തുണ്ട്. പറഞ്ഞോ സാറേ. പറ, അതിന്റെ പറയൂ കേട്ടോ. അല്ല, അത് കിട്ടുന്നില്ല. ഇല്ല, ഇങ്ങനെ പോട്ടെ, ഇതാ നല്ല കാഷ്വാലിറ്റി തന്നെ പോട്ടെ. ശരി. അല്ല, ഞാൻ എന്ത് പക്ഷാഭേദം കാണിച്ചെന്നാ പറഞ്ഞേ? സാറേ, ഞങ്ങൾ ജയിലിൽ ഉള്ളവരാണോ? അതെ. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്പർ അടിച്ച് കൊടുപ്പാണോ വന്നിരിക്കുന്നത്? പിന്നെ അതല്ല, ഈ കണ്ട പ്രതികളെല്ലാം കൂടെ അതേ സെറ്റ് സാരി കൊടുത്തോണ്ട് വന്നിരിക്കുന്നു. ഇത് കാണിച്ച പക്ഷാഭേദമാണിത്. എടി, ഒന്ന് നിർത്ത്. അത് ഇവിടെ വന്ന പ്രതികളൊന്നും അല്ല. അല്ലേ? ഇന്ന് ഇവിടെ നടക്കുന്ന ഫംഗ്ഷന് ഞാൻ വെളിയിൽ നിന്ന് ഏർപ്പാടാക്കിയ കൈകൊട്ടിക്കളിക്കാരാ. കണ്ടായിട്ട് എങ്ങനെയുണ്ട്? നമ്മളെ കൊണ്ട് ഇത്രയും ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് വെളിയിൽ നിന്ന് കൈകൊട്ടി കളിക്കാരെ കൊണ്ടുവന്നിരിക്കുന്നു. എല്ലാം ഒരാൾ ഇവിടെ ഇത് കാണുന്നുണ്ട്. ഒരാൾ ഇത് കാണുന്നുണ്ട്. ഇവര് കാസറ്റ് ഇട്ടാണ്, നമ്മളെ പോലെ ലൈവ് അല്ല. കാസറ്റ് ഇട്ടായിരിക്കും. ഓണപ്പാട്ട് ലൈവായിട്ട് പാടുവോ? നീ പാടത്തില്ലേ? ആര്? ഞാൻ പാടും. നിങ്ങൾ പാടുവോ ഓണപ്പാട്ട് ലൈവായിട്ട്? പാടുവോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. റെഡിയാണല്ലോ? ഞാൻ പാടാ, കൈ കൊട്ടിക്കണേ. 3 കോണിൽ ഇന്ന് വന്നു, ഇന്നലെ നാം പാടിയല്ലോ, നമ്മളൊന്നാണ് പാടാൻ, നമ്മളൊന്നാണ്. പാട്. ആ, നമ്മളൊന്നാണ് പാടാൻ, നമ്മളൊന്നാണ്. കൈ കുഴഞ്ഞു വീണ നേരം, കാൽ കുഴഞ്ഞു വീണ നേരം, ടവാറുകൾ ചീറിച്ചാട്ടവാറുകൾ. ആ ആ റിപ്പീറ്റ്. നമ്മളൊന്നാണ് പാടാൻ, നമ്മൾ ചേട്ടാ. നമ്മളെ ജയിലിലാണേലും വീട്ടിലാണേലും നമ്മൾ ഒന്നാ. നമ്മൾ ഒന്നായി കഴിഞ്ഞെങ്കിൽ ഇനി അങ്ങ് രണ്ടാവാമോ? ഇവിടെ കയറ്. പിന്നെ നിന്നോട് വേറൊരു കാര്യം, ജയിലിൽ ഈ ഓർണമെന്റ്സ് ഒന്നും ഉപയോഗിക്കാൻ നിയമമില്ല. ഓണപരിപാടിക്ക് വേണ്ടി മാത്രം ഞാൻ വാടക എടുത്ത് തന്നാ, ഇത് കഴിഞ്ഞാൽ ഉടനെ ഊരി തന്നേക്കണം. എന്റെ പൊന്നെ തരാം. ഇനി വന്നേ. ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ട കാര്യം നടക്കുവാ. ഈ താക്കോൽ എടുക്കാനുള്ള പരിപാടി. ദൈവമേ, ഇനി നമുക്ക് ആ താക്കോൽ എടുക്കണമെങ്കിൽ ഒന്നേന്ന് തുടങ്ങണം. എന്റെ ദൈവമേ, ഞാൻ എടുത്തു വന്നിട്ട് നിങ്ങളുടെ കുളിയാണ് ഇതെല്ലാം നശിപ്പിച്ചത്. താക്കോലില്ല, ഒരു പരിപാടി നടക്കുന്നില്ല. എന്തോ രണ്ടു കൂടെ കൂടാതെ ഒന്നുമില്ല സാറേ, ഇവിടുത്തെ ഓണപരിപാടി ഗംഭീരമായെന്ന് പറഞ്ഞു നടത്തണം. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യും. ഞാൻ ആ ഡി ബ്ലോക്കിലും കൂടെ ഒന്ന് കറങ്ങിയിട്ട് ഇതാ വരുന്നു. പോയിട്ട് വാ. ചേട്ടാ, താക്കോല്. അയ്യോ, സൂക്ഷ്മയില്ലെന്ന് പറഞ്ഞു. ശരി നടക്കട്ടെ. പാട കണ്ണാ ബാ. എന്നാ ഇനി മേലാൽ എനിക്കറിയാം എങ്ങനെ ജയിലിൽ കാണണമെന്ന്. നിന്റെ ആവശ്യം എനിക്കില്ല. ഞാനിനി മിണ്ടുകല്ല, നീ നോക്കോ. നീ മിണ്ടരുത്. എനിക്കറിയാം. താക്കോല എടുക്കുന്ന പെണ്ണുങ്ങൾ കാണിച്ചു തരാം. പിന്നെ കേട്ടോ, കാണിച്ചു തരാം. താക്കോൽ സാറിന് തരാൻ. താക്കോൽ തരാൻ എന്റെ പോക്കറ്റിൽ തുറക്കണോ? സത്യം പറയും. എന്താ എടുത്തേ? ഞാന്
സത്യം പറടാ. നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നാളത്തെ നിന്റെ റിലീസ് ചെയ്യാൻ പോകും. അയ്യോ ഞാനല്ല, ഞാൻ ഇവളാണ് സോഫയിൽ താക്കോല് വെച്ച് എന്റെ തന്നോട്ട് നാളെ ഇവക്ക് എന്റെ കൂടെ ഇറങ്ങി വരാൻ വേണ്ടി ഞാനൊന്നും ചെയ്തില്ല. എന്റെ അമ്മച്ചി സത്യം. അത് ശരി. എടേ നീ ഒരു സ്ത്രീ അല്ലയോ? നിന്നെ പോലുള്ള ഈ സൈസ് വേല കാണിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലും സ്ത്രീകളും കുട്ടികളും ഉണ്ടെന്നുള്ളത് ചിന്തിക്കുന്നുണ്ടോ? ഞങ്ങളുടെ ജോലി പോകത്തില്ലയോ? ഇവർക്കാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഇറങ്ങി പോയാൽ അങ്ങ് ആ വഴി അങ്ങ് പോവാന്ന്. ഇത് കേരള പോലീസാ. നീയൊക്കെ ഇറങ്ങിയാൽ 24 മണിക്കൂറിനകം കൊണ്ടുവന്ന് അകത്തിട്ട് തരും. അവളെ ചാടാന്ന് ഒരെണ്ണം തന്നാലല്ലേ അടിച്ചില്ല. എന്നാടാ കാണിക്കുന്നത്? എന്റെ പൊന്നു സാർ, കുറച്ച് മനസാക്ഷി കാണിക്കും. ഞാൻ ചെയ്തില്ലെന്ന്. അവർക്ക് ഒരുപാട് സങ്കടങ്ങളുള്ള പെണ്ണാ. അവൾക്ക് എന്തോ ഇത്ര സങ്കടം? എന്താണ് എന്റെ സങ്കടം? സാറ് ആ ഞാൻ പറഞ്ഞ പിന്നെ എൻ്റെ വീട്ടില് എൻ്റെ മുത്തച്ഛൻ ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞ് ചാകാൻ കിടക്കുക. എൻ്റെ കൊച്ചിലെ എൻ്റെ അമ്മയും അച്ഛനും മരിച്ചു പോയതാ. അപ്പോ എന്നെ എടുത്തു വളർത്തിയത്, എന്നെ മാറിൽ ചേർത്ത് നിർത്തിയത്, എൻ്റെ അമ്മയുടെ സ്നേഹം എൻ്റെ അച്ഛൻ്റെ സ്നേഹമൊക്കെ തന്നത് എൻ്റെ മുത്തച്ഛനാ. ഇപ്പൊ ഞാനിവിടെ ജയിലിൽ കിടന്ന് മുത്തച്ഛൻ എന്തെങ്കിലും പറ്റിപ്പോയാ എനിക്ക് എൻ്റെ മുത്തച്ഛനെ കാണാൻ പറ്റത്തില്ല സാറേ. അതുകൊണ്ട് ഞാൻ പറയാ, സത്യമായിട്ട് പറയാം, ഒന്ന് എൻ്റെ മുത്തച്ഛനെ കൊണ്ട് ഒരു വാക്ക് പറഞ്ഞിട്ട് ആരും അറിയാതെ ഞാൻ ഇവിടെ വന്ന് കയറിക്കോളാം. അതിനെന്തിനാ നീ കള്ളത്തരോ കാണിക്കാൻ? നിങ്ങളുടെ ആ ഒരു ഓഫീസറായിട്ടാണ് ഇതുവരെ പെരുമാറിയിട്ടുള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, ഞാൻ സഹായിച്ചു തരുമല്ലോ. നിനക്കിപ്പോ നിന്റെ മുത്തച്ഛനെ കണ്ട് എന്തോ പറയാനുള്ളത്? എനിക്ക് എൻ്റെ മുത്തച്ഛനെ കണ്ടിട്ട് പറയാൻ എന്ത് പറയാൻ? മുത്തച്ഛനെ കണ്ടിട്ട് എന്ത് പറയാൻ? എനിക്കൊരൊറ്റ കാര്യമേ ഉള്ളു. അടുക്കളയിലിരുന്ന് ഞാൻ വാറ്റിക്കൊണ്ട് വന്നപ്പം ഫ്രണ്ടിൽ കൂടെ എക്സൈസുകാർ വന്ന് ഫ്രണ്ടിൽ ഇരുന്ന് ആളെന്റെ വാറ്റിക്കൊല്ലം തള്ളിയിട്ടിട്ട് കണ്ടം വഴി ഓടി. അവനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് കിടക്കേണ്ട കാര്യമില്ലായിരുന്നു. അവനെ എനിക്ക് കാണണം. Kannan Devi Group presents West on Flowers Aka Ponnunakazha 2025.